ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. സാധാരണയായിട്ട് നമ്മൾ ചോറിന്റെ കൂടെ തോരൻ അല്ലെങ്കിൽ അവിയൽ അങ്ങനെയാണ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരൊറ്റ റെസിപ്പിയിൽ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കഴിക്കാനും പറ്റും. ഷുഗർ, BP അങ്ങനെ ഏതെങ്കിലും തരത്തിലെ അസുഖങ്ങളുള്ളവരോ ഡയറ്റിംഗ് ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണിത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അത്രയും തന്നെ ഫൈനായിട്ടുള്ള പൊടിയായിരിക്കണം അത്. പിന്നെ ഞാൻ ഫൈനലി ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇത് കാബേജ് ആണ്, ഒരു 1/2 കപ്പ് ഉണ്ട്. ഫൈനലി ചോപ്പ് ചെയ്ത ഒരു 1/3 കപ്പ് ക്യാരറ്റ്, ഫൈനലി ചോപ്പ് ചെയ്ത 1/4 കപ്പ് പംകിൻ. അപ്പം ഈ വെജിറ്റബിൾസിന് പകരം ബീട്രൂട്ട് ഒക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം, ചൊരക്ക വേണമെങ്കിലും ആഡ് ചെയ്യാം. ചൊരക്കയാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ നീരൊന്ന് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് എരിവ് കുറഞ്ഞ ഒരു പച്ചമുളക്. എരിവ് കൂടുതലുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു പിഞ്ച് ഫൈനലി ചോപ്പ് ചെയ്ത ജിഞ്ചർ, ഒരു പിഞ്ച് ചതച്ച ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഓയില്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെയുള്ള വട്ടയുടെ ഇലയോ വാഴയിലയോ എന്തെങ്കിലും ഒന്നെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇല എടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബൗളോ ഒരു ബേസിനോ എന്തെങ്കിലും ഒന്ന് എടുത്ത ശേഷം ആദ്യം മാവിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിന് സോൾട്ട്. എന്നിട്ട് കൈവച്ചിട്ട് മാവ് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ അതിലേക്ക് കാബേജും ക്യാരറ്റും നമ്മുടെ പംകിനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പച്ചമുളകും ജീരകവും ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് തന്നെ ആദ്യം മാവും ഈ വെജിറ്റബിൾസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കാം. അപ്പൊ ഇതുപോലെ തിള വന്നിട്ട് ഒരു 4-5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ആ മാവിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം അടുപ്പിൽ നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഒരു പാനില്. ഈ സമയത്തേക്ക് നമ്മൾ ആ വാട്ടർ ഒഴിക്കാൻ എടുത്തു വെക്കുന്ന പാത്രത്തിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ മതിയാവും. ഇനി ആ ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ മാവ് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ് നമ്മൾ അത്ര ഓയിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം, ആദ്യം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഒഴിച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇത്രയും വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മള് ബാക്കിയുള്ള വെള്ളം സ്റ്റൗവിൽ തന്നെ അതിങ്ങനെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പൊ ആ ചൂട് ഒട്ടും കുറയാത്ത രീതിയിൽ സ്റ്റൗവിൽ തന്നെ വെക്കുക. ശേഷം നമ്മൾ ഈ മാവിന്റെ ആ ഒരു മിഡിൽ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഒരു തവി വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആവശ്യാനുസരണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വാട്ടറും കൂടി ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മാവ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ തന്നെ ഇത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കാരണം ആ ആവിയിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും മാവിന് നല്ല ചൂടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിങ്ങനെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് ഒരു 5 മിനിറ്റ് സമയം നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാവ് നല്ല അങ്ങ് സോഫ്റ്റ് ആവും ആ ചൂടുവെള്ളത്തിൽ ഇരുന്നിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി നമ്മുടെ കയ്യിലേക്ക് ഒരല്പം ഓയിൽ അല്ലെങ്കിൽ വാട്ടറും യൂസ് ചെയ്യാം. ഓയിൽ ഇങ്ങനെ തടവിയ ശേഷം മാവ് ചെറിയ ബോൾസ് ആയിട്ട് ഇങ്ങനെ എടുക്കുക.
ഇതുപോലെ ഒരു ചെറിയ ബോളായിട്ട് എടുക്കുക. എടുത്ത ശേഷം അത് ഇലയിലേക്ക് വെച്ചിട്ട് നമുക്കതിങ്ങനെ പരത്തി കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണം. വാട്ടറിലും നമുക്കിങ്ങനെ കൈ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല. എത്രത്തോളം അത് തിന്നായിട്ടങ്ങ് നമുക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ടങ്ങ് പരത്താം. ഇതിൽ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാത്തത്. ലീവ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബ്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിതിങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ നമുക്ക് ഇതിന് വാഴയിലയും എടുക്കാം. ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വാഴയില കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വട്ടയില എടുത്തത്. അപ്പൊ നമ്മളടുത്തുള്ള ഇല ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാം. ഇനി ഇല ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ബോൾസ് ആയിട്ട് തന്നെ ഉരുട്ടി നമുക്ക് അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റീമറിലോ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടങ്ങ് വെന്തു പോവില്ല. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും മടക്കി വയ്ക്കാം. ഞാൻ ഈ രണ്ട് രീതി ഒന്ന് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ വേണമെങ്കിലും മടക്കാം, ഇങ്ങനെ വേണമെങ്കിലും മടക്കാം. ഇനി ബോൾസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ ഇല എടുക്കുമ്പോൾ ഇല്ലേ, വാഴയില ആയാലും വട്ടയില ആയാലും നന്നായിട്ട് വാഷ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പൊ നമ്മള് ഇത് സ്റ്റീം ചെയ്യാനായിട്ട് നേരത്തെ തന്നെ ആ പാത്രം ഒന്ന് ചൂടാവാൻ വെക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് ആവി കയറാനായിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഇത് വച്ചു കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട്. ഇതൊരു 10-20 മിനിറ്റ് ആവട്ടെ, അപ്പോഴത്തേക്കും റെഡി ആവും. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് 20 മിനിറ്റ് ആയപ്പോ അടുപ്പിൽ നിന്ന് എടുത്തു വെച്ചു. ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോ ഇതാ കൈ കൊണ്ട് അടപ്പൊക്കെ തുറന്നെടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ അട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ്. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തണുക്കണം. തണുത്ത ശേഷം മാത്രം കഴിച്ചു തുടങ്ങുക. അതുപോലെ ഞാൻ ബോൾസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇല ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ബോൾസ് ആയിട്ടും കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഇതിന്റെ കൂടെ ഒരു സിമ്പിൾ ചട്നിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു ഫോർ വാച്ചിങ്.